നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്കാണ് എന്ന വിഷയമാണ്. നമുക്കറിയാം, നിതീഷ് കുമാർ ബീഹാറിലെ മഹാസഖ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവും പ്രതിപക്ഷ ഐക്യ ശൃംഖലയിലെ മുഖ്യ പ്രതിനിധിയുമായിരുന്നു. പിന്നീട് താൻ കൊണ്ടുവന്ന ആശയമായ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി BJPയുമായി ചേർന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. ഇതെല്ലാം തന്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ നിതീഷ് കുമാർ BJPയോട് തികച്ചും അകന്നാണ് നിലകൊള്ളുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP നിതീഷിന്റെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നത് നിതീഷ് കുമാർ അറിഞ്ഞിട്ടും അദ്ദേഹം അതിന് പ്രതികരിക്കുന്നില്ല എന്നത് നമ്മൾ എല്ലാവരും നിരീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു അവസരം കാത്തിരിക്കുകയാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. 2025 നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുമായി അടുത്തുകൂടാൻ അദ്ദേഹത്തിന് കൂടുതൽ കാരണങ്ങളുണ്ട്. ആ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കിവിടെ വിശദമായിട്ട് നോക്കാം. ഒന്നാമതായി, BJPയോട് ദൂരമാകുന്നതിൻ്റെ സൂചനകൾ നിതീഷ് കുമാർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഏകനാഥ് സിന്ധ്യയ്ക്ക് മുഖ്യമന്ത്രി പദം നൽകാതെ ചതിച്ചത് നിതീഷ് കുമാറിനോടുള്ള മുന്നറിയിപ്പായിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തൻ്റെ വിശ്വസ്തനായ IAS ഉദ്യോഗസ്ഥർക്കെതിരെ BJP ശിക്ഷാ നടപടികൾ കൈക്കൊണ്ടതും നിതീഷ് കുമാറിനെ ചൊടിപ്പിച്ചിരുന്നു. 2022 BJPയെ വിട്ട് RJDയുമായി ചേർന്നത് BJPയെ തള്ളി പറയാൻ നിതീഷ് കുമാറിന് ഒരു മടിയുമില്ല എന്നതിൻ്റെ തെളിവാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കില്ലെന്ന് അദ്ദേഹം പലപ്പോഴും ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതിനോടൊപ്പം BJPയുടെ ഹിന്ദുത്വത്തെയും ദലിത് വികസനത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ തമ്മിലുള്ള വിരോധാഭാസം അദ്ദേഹത്തെ BJPയോട് നിന്ന് അകന്നു നിൽക്കാൻ ഉള്ള നിലപാടെടുക്കാൻ ഇപ്പോൾ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് നിർണായകമായി മാറുകയാണ്. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിതീഷിന്റെ രാഷ്ട്രീയത്തിന് ഒരു പരീക്ഷണമായി തന്നെ മാറും. എത്രയും വേഗം RJD, കോൺഗ്രസ്, മറ്റ് ഇടത് പാർട്ടികൾ എന്നിവയുമായി സഖ്യം നിലനിർത്താൻ നിതീഷ് കുമാർ ആവശ്യമായ പ്രവർത്തനം തുടരും എന്നതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ BJPയുമായി മിത്രപാലനം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായിരിക്കും നിതീഷിന്റെ ലക്ഷ്യം? തൻ്റെ പൊസിഷൻ നിലനിർത്തുകയും അതുപോലെ തന്നെ RJDയുമായി പുതുതായി സഖ്യം തുടങ്ങുക എന്നതുമാണ് അദ്ദേഹം ചിന്തിക്കുന്ന ഏക ലക്ഷ്യം. ഇന്ത്യ മുന്നണിക്ക് ഇവിടെ പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന നേതാവ് തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിരവധി പ്രതിപക്ഷ നേതാക്കളെ ഒരുമിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് വലിയ ചുമതലയാണ് കൈകാര്യം ചെയ്യേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ദേശീയ തലത്തിലുള്ള ഒരു പ്രധാന സ്ഥാനം നേടുക എന്നത് തന്നെയാണ്. അതുപോലെ BJPയോടൊപ്പം ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള വലിയ നീക്കവും നിതീഷ് കുമാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി നമുക്ക് ബീഹാർ രാഷ്ട്രീയത്തിലുള്ള നവശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിതീഷിന്റെ പ്രാദേശിക ശക്തിയും രാജ്യത്തിന് പ്രതിപക്ഷ ഐക്യത്തിന്റെ സംരംഭയാകുന്ന ഇടത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വളരെയേറെ സാധ്യതയുണ്ട്. RJDയുടെയും കോൺഗ്രസ് സഖ്യത്തിന്റെയും ഇന്ത്യ മുന്നണിയുടെയും പിന്തുണ പ്രാധാന്യം ചെയ്യുന്നത് നിതീഷിന് ശക്തമായ പൊസിഷൻ നൽകും എന്നത് ഉറപ്പ്. പക്ഷേ തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ വളർച്ചയും കൂടുതൽ എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നത് നിതീഷ് കുമാർ ശ്രദ്ധിക്കുന്നുമുണ്ട്. എങ്കിലും അതിൻ്റെ തടസ്സങ്ങൾ മുന്നിൽ വെച്ച് നിതീഷ് ഒരുമിച്ചുള്ള ഒരു സഖ്യവും ബീഹാറിലെ ശക്തി നിലനിർത്തും എന്ന ചിന്ത അദ്ദേഹത്തെ ഇന്ത്യ മുന്നണിയോട് കൂടുതൽ അടുപ്പിക്കുന്നു. അടുത്തതായി വരുന്നത് BJPയുടെ എതിരാളിയായി നിതീഷ് കുമാർ മാറുന്നു എന്നതാണ്. അതായത് BJPയുടെ നിലപാടുകൾ ബീഹാറിൽ അതിൻ്റെ സ്വാധീനം കൂടുതൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇത് നിതീഷ് കുമാറിനും ഇന്ത്യ മുന്നണിക്കും പല അവസരങ്ങളും നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്.
BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലുള്ള വലിയ മമത ബീഹാറിലെ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ നിതീഷിന് ധാരാളം സഹായിക്കും. അതിനൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന നിതീഷ് കുമാറിന്റെ നിലപാടും ശക്തമാകും. നിതീഷിന്റെ നീക്കം എന്താകും എന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അമിത്ഷാ ഡോക്ടർ അംബേദ്കറിനെ അവമാനിച്ചതിനെ നിതീഷ് കുമാർ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് തന്നെയുമല്ല, നിതീഷ് കുമാർ ഇപ്പോൾ നടത്തുന്ന പ്രകൃതി യാത്രയിൽ പരസ്യമായി ഡോക്ടർ അംബേദ്കറിന്റെ ഛായാചിത്രത്തിൽ നമസ്കരിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തത് അമിത്ഷായോടുള്ള തന്റെ എതിർപ്പ് പരസ്യമാക്കുന്നതിന്റെ തെളിവ് കൂടെയാണ്. 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിതീഷിന്റെ എല്ലാ നീക്കങ്ങളുടെയും മുഖ്യ ലക്ഷ്യമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തായാലും നിതീഷിന്റെ നീക്കം BJPയുമായി ഇടയുക എന്നതാണ്. ചിലപ്പോൾ കേന്ദ്രത്തിൽ നിതീഷ് കുമാർ ഉപപ്രധാനമന്ത്രിയാകുകയും ബീഹാറിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയുമാക്കാനുള്ള സാധ്യതയാണ് ഇന്ത്യ മുന്നണിയുടെ പുതിയ രാഷ്ട്രീയ സമവാക്യമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. നിങ്ങൾ എന്താണ് കരുതുന്നത്? നിതീഷിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? താഴെ കമന്റിൽ ഈ കാര്യങ്ങൾ പങ്കുവെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് നന്ദി.